എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഒന്നും കണ്ടൊന്നും അല്ല കേട്ടോ. ഞാൻ സ്വയം ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടെ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അരിയില്ലാത്ത മുന്തിരിങ്ങയാണ്, കറുത്ത മുന്തിരിങ്ങ അരിയില്ലാത്ത. പിന്നെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചേർക്കാൻ ഇനി 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 4 പച്ചമുളക്. പിന്നെ അതിന് ചേർക്കാനുള്ളത് കുരുമുളക് പൊടി, കടുക് വറുത്ത് പൊടിച്ചത്, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ ആവശ്യമുള്ള കറിവേപ്പില, പിന്നെ കായപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനി. ഇതാണ്ട് നല്ല കട്ടിക്ക് ഇങ്ങനെ ആക്കി വയ്ക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ പച്ചമുളക് ഈ പോർക്ക് വെച്ച് എല്ലാത്തിലും തണ്ട ഇങ്ങനെ ഒരു കുത്തു കുത്തണം. ഇങ്ങനെ കുത്തി എല്ലാം വയ്ക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. അതേപോലെ ബിരിയാണിക്ക് നമ്മൾ വെറുതെ ഈ കറിയൊന്നും ഇല്ലാതെ ചോറൊക്കെ എടുക്കണമെങ്കിൽ അതിന് കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ ഒരു നല്ലൊരു അച്ചാറായത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുത്തി വയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ കായപ്പൊടി വേണം, ഉപ്പ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ആദ്യമേ നമുക്ക് ഈ ശർക്കര പാനി ഒരു പാനകത്തോട്ട് ഒഴിച്ചിട്ട് ഈ മുന്തിരിങ്ങയും പച്ചമുളകും സ്ട്രോബെറി അതിനകത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കണം. വേറെ ഒരു കാര്യവുമില്ല. പിന്നെ കാരണം എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഇപ്പോൾ ഇച്ചിരി കടുകൊക്കെ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഈ മാങ്ങ സീസണല്ലേ, മാങ്ങായും ഒക്കെ ഒരേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഉടനെ ഈ കടുകൊക്കെ പൊടിച്ച് വെച്ചിരുന്ന എളുപ്പം നമുക്കങ്ങ് അച്ചാറിടാൻ എളുപ്പമാണ്. അപ്പോൾ ഉലുവയും അതേ കണക്ക് പൊടിച്ച് വെച്ചേക്കണം, രണ്ടും വേണം. അപ്പോൾ നമുക്ക് അച്ചാറിടാനായിട്ടോട്ട് പോവാം. അപ്പോൾ ഞാനൊരു പാനൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് കുത്തി കത്തിക്കാം. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒഴിക്കുന്നത് പച്ചെണ്ണയാണ് കേട്ടോ. പച്ചെണ്ണ ഒരു 2 സ്പൂൺ പച്ചെണ്ണ. എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് കടുകിടാം. ഈ സ്റ്റീലിൻ്റെ അതിൻ്റെ എളുപ്പം അങ്ങ് വറുക്കാം കേട്ടോ. കടുകൊക്കെ പെട്ടെന്ന് അങ്ങ് പൊട്ടും. ഇനി അതിനകത്ത് നമ്മൾ ഉലുവ പൊടിച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ, 2 സ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ, സ്ട്രോബെറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഒന്ന് ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട്, കറിവേപ്പില ഇട്ട്, കടുകിട്ട്, ഇച്ചിരി ഉലുവയിട്ട്, നമ്മളെ കറുത്ത മുന്തിരിങ്ങ ഇട്ട് ഇത് ഇത്രയും രണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ഒരു അച്ചാറായത് കേട്ടോ. ഇതിനകത്ത് വെള്ളമയം ഒന്നുമില്ല, പച്ചെണ്ണ തന്നെ ചേർക്കണേ. ഇനി നമ്മളതിനകത്ത് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിക്കുക. എത്ര മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്തങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഇതിനകത്ത് നല്ലോണം കിടന്ന് ഒന്ന് വേവണം. വെന്ത് നല്ല കുറുകി വറ്റി വരും കേട്ടോ. ഇനി അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടുക. അപ്പോൾ ഇത് നല്ലോണം പച്ചമുളകൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ. പച്ചമുളകൊക്കെ അതേ കണക്ക് കിടക്കണം, എന്നാലേ ടേസ്റ്റ് വരുത്തുള്ളൂ. അതിനകത്ത് ഈ മധുരം എല്ലാം ഇറങ്ങി നല്ലോണം അടിപൊളിയാവും കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് വെന്ത് നല്ലോണം ഒന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മസാലകളൊക്കെ ഇടാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് കുറച്ച് വറ്റാറായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടത് 1 സ്പൂൺ വിനീഗറാണേ. കണ്ടേ, 1 സ്പൂൺ വിനീഗർ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് നല്ലോണം വറ്റി നല്ലോണം ഇട്ട് കുഴമ്പ് രൂപത്തിലാവും. ഈ ശർക്കര ഇതിനകത്തെല്ലാം പിടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാവും. അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഇപ്പോൾ നല്ലോണം അങ്ങ് വറ്റിക്കോളും. അടിപൊളിയാണ് കഴിക്കാൻ കേട്ടോ.
ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പച്ചമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റും. അതാണ് മധുരം എല്ലാം കയറി നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഇത് നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പച്ചമുന്തിരിങ്ങയ്ക്കും ചെയ്യാം, കറുത്ത മുന്തിരിങ്ങയ്ക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പച്ചമുന്തിരിങ്ങ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടില്ലെന്നേ ഉള്ളായിരുന്നു, നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് യൂട്യൂബ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അച്ചാർ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വറ്റട്ടെ. ഇപ്പോൾ ഇത് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് കായപ്പൊടി ഇടാം. കായപ്പൊടി ഇട്ടു, അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് പൊടി ഇടാം. അതെല്ലാം ഓരോ നുള്ളിട്ടാൽ മതി. പെരിഞ്ചീരകം ഞാൻ കൈ കൊണ്ട് നമുക്ക് പിച്ചെടുക്കുന്ന രീതിയിൽ ഇടാം. ഇപ്പോൾ ഞാൻ കായപ്പൊടി ഇട്ട് കുരുമുളകെല്ലാം ഇട്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കടുക് പൊടിച്ചത് ഇങ്ങനെ കൈ കൊണ്ട് 2 വട്ടം ഇങ്ങനെ ഇടണം. അതേപോലെ ഉലുവ പൊടിച്ചത് അത് ഒരു ചെറിയ സ്പൂൺ ഇടണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടില്ലേ? ഇപ്പം അതാ കുറച്ചൊക്കെ നല്ല വറ്റി കുറുകിയിട്ടുണ്ട്. ഈ പച്ചമുളകൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് നോക്കാം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കേട്ടോ. അടിപൊളിയായിരിക്കും കേട്ടോ. സ്ട്രോബെറിയൊക്കെ കണ്ടോ, നല്ല പതുങ്ങി മധുരം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കാശ്മീരി മുളക് പൊടി, എരിയുള്ള മുളക് ഇടരുത്, കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടിയില്ലെങ്കിൽ വെള്ള മുന്തിരിങ്ങയും കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് പച്ചമുളക് ആവശ്യമനുസരിച്ചിടാം കേട്ടോ. അടിപൊളിയായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു പച്ചമുളകായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ എത്ര പച്ചമുളക് വേണമെങ്കിലും, 100 പച്ചമുളക് വേണമെങ്കിലും ഇതേ കണക്ക് 1/2 കിലോ ശർക്കരയ്ക്കകത്ത് ആക്കി നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇത് വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് പറ്റണം. നമ്മുടെ സ്ട്രോബെറി മുന്തിരിങ്ങ മുളക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി തണുക്കുമ്പോൾ നമുക്ക് ഒരു ഭരണിയിലാക്കിയോ കുപ്പിയിലാക്കിയോ മാറ്റി വെച്ചിരുന്നു. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും എടുത്തു വയ്ക്കരുത്. ഇത് ചില്ല് കുപ്പിക്കകത്ത് തന്നെ വേണം കേട്ടോ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ആ സ്ട്രോബെറിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗവിൽ ഓഫാക്കിയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലോട്ടാക്കാം. നമ്മുടെ വെറൈറ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കുപ്പിയിലോട്ടാക്കാം. ഇതേപോലെ ചില്ല് ഉപ്പി എടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റായിട്ടിരിക്കത്തോളേ. എടുക്കുമ്പോൾ നനയാത്ത ഉണങ്ങിയ സ്പൂണല്ല, ഉണങ്ങിയ സ്പൂൺ എടുത്ത് വേണം ഇത് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിൽ